വീഡിയോ എഡിറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇതുപോലുള്ള ഫ്ലാഷി ട്രാൻസിഷൻസും എഫക്റ്റുകളാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് എന്താണെന്നും നിങ്ങൾക്ക് എങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള വീഡിയോ എഡിറ്റർ ആവാന്നുള്ളത് നോക്കാം. എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, പ്രോസസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. ഒരു സ്റ്റോറിയെ നമ്മൾ ഏറ്റവും ഇമ്പാക്റ്റോടുകൂടി എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു എഡിറ്ററുടെ ലക്ഷ്യം. ഒരു എഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇമോഷനാണ്. ആ ഇമോഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ആ എഡിറ്റിംഗ് ഫെയിലാവും. ആ ഇമോഷൻസ് കൺവേ ആയാൽ എഡിറ്റിംഗ് സക്സസ് ആവും. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എത്ര വലിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചിട്ടും കാര്യമില്ല. കാരണം എഡിറ്റിംഗ് നടക്കുന്നത് ഇവിടെയാണ്, സോഫ്റ്റ്വെയറിലല്ല. നിങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ എത്ര വലിയ സോഫ്റ്റ്വെയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല, നിങ്ങളുടെ എഡിറ്റിംഗ് മര്യാദയ്ക്ക് നടക്കില്ല. ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ് ഡയറക്റ്റ്ലി ഒരു സോഫ്റ്റ്വെയർ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ പഠിച്ചുകൊണ്ട് വലിയ കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എഡിറ്റിംഗ് എന്താണെന്ന് അറിയാണ്ട് ആ സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വലിയ യൂസ് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഒരു എഡിറ്ററിൻ്റെ ബിഗ്ഗസ്റ്റ് സ്കില്ലെന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് വിത്ത് വാട്ട് യു ഹാവ്. അതായത് നിങ്ങളിൽ ഉള്ളത് വെച്ച് നല്ലൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്. അത് വരണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എഡിറ്റിംഗ് എന്താണെന്ന് മനസ്സിലാവണം, ആ സ്റ്റോറി ടെല്ലിംഗ് മനസ്സിലാവണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ കിട്ടിയാലും, നിങ്ങളുടെ ഫോണായാലും നിങ്ങൾക്ക് ഒരു PC ഉണ്ടാവും, എന്തുണ്ടായാലും നിങ്ങളുടെ കയ്യിലെന്താണുള്ളത് അത് വെച്ച് നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം മറിച്ചിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് പോയിട്ട് ആദ്യം പോയിട്ട് പ്രീമിയർ പഠിപ്പിക്കുന്നു, അടുത്ത് വന്ന് പ്രീമിയർ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ പ്രീമിയർ മാത്രമേ യൂസ് ചെയ്യാൻ അറിയൂ, അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു സോഫ്റ്റ്വെയർ കിട്ടിയാൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സ്കില്ലിനെ ലിമിറ്റ് ചെയ്യും, ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യും, ആ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഈ ഭയങ്കര ഫ്ലാഷി ട്രാൻസിഷൻസും എഫക്ട്സും വെച്ചിട്ടുള്ള റീൽസൊക്കെ. സോ ഇതാണ് ആൾക്കാർ എഡിറ്റിംഗ് എന്ന് വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും അതല്ല എഡിറ്റിംഗ്. ഈ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ല, അതൊരു ആനിമേഷൻ, മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. സോ ഇത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നല്ല എഡിറ്റർ ആവാൻ പറ്റില്ല. ഇതുപോലുള്ള എഫക്ട്സും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് എവിടെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യരുത് എന്നുള്ളത് ഒരു എഡിറ്ററിന് കൃത്യമായ ബോധം ഉണ്ടാവും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് തല്ലുമാല എന്ന് പറഞ്ഞ മൂവി. ആ മൂവിയിൽ എഫക്ട്സും ട്രാൻസിഷനും ഒക്കെ ആവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞാലേ ആ ഒരു സ്റ്റോറി എഫക്റ്റായിട്ട് ഓഡിയൻസിന് എത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു മൂവി ആ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആ മൂവി എഡിറ്ററിനെ മാത്രം കഴിവല്ല, അത് പകുതി കാര്യങ്ങൾ അതിൽ VFXും ആണ്. സോ നമുക്ക് അത് ഏതാണ് VFX ഏതാണ് എഡിറ്റിംഗ് എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാവില്ല. അതായത് ഒരു വീഡിയോയിൽ നമുക്ക് എഡിറ്റിംഗ് കാണാൻ പാടില്ല. ആൾക്കാർ ആ വീഡിയോനെ കുറിച്ചായിരിക്കണം സംസാരിക്കേണ്ടത്, ആ വീഡിയോയിലെ കാര്യങ്ങളെ കുറിച്ചായിരിക്കണം സംസാരിക്കേണ്ടത്. അതേപോലെ ആ സ്റ്റോറീനെ കുറിച്ചും ആ ഒരു ഇമോഷനെ കുറിച്ചായിരിക്കും. അല്ലാതെ ഇന്ന ഭാഗം എഡിറ്റിംഗ് നല്ലതായിരുന്നു, ഇന്ന എഡിറ്റിംഗ് നല്ലതായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അവർ ആ സ്റ്റോറിയിൽ നിന്ന് ഡീവിയേറ്റ് ആയിട്ട് എഡിറ്റിങ്ങിലേക്ക് കോൺസെൻട്രേഷൻ പോകും. പക്ഷെ അതിന് മറിച്ച് ഈ ഫുൾ കോൺസെൻട്രേഷൻ ആ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറിയിലും ആ ഒരു ഇമോഷനിലേക്കും ഓഡിയൻസിനെ എത്തിക്കുന്നിടത്താണ് ഒരു എഡിറ്ററിൻ്റെ വിജയം എന്ന് പറയുന്നത്. അത് എഡിറ്റിങ്ങിന് തന്നെ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പോൾ ഒരു റീൽസ് എഡിറ്റ് ചെയ്യുന്ന പോലെ എല്ലാവരും മൂവി എഡിറ്റ് ചെയ്യുന്നത്, അതേപോലെ ഒരു മൂവി എഡിറ്റ് ചെയ്യുന്ന പോലെ എല്ലാവരും ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വേണം ഒരു എഡിറ്റർ എഡിറ്റ് ചെയ്യാൻ. അപ്പോഴാണ് നിങ്ങളൊരു നല്ല എഡിറ്റർ ആവുക. സോ ഒരു റീൽസിൻ്റെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേർപ്പസ് എന്ന് വെച്ചാൽ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യണം, അവരെ എൻ്റർടൈൻ ആക്കി വെക്കണം. അതാണ് റീൽസിൻ്റെ ആവശ്യം, അതായത് വളരെ ചുരുങ്ങിയ സമയത്ത്. സോ അതിനുവേണ്ടി നമുക്ക് ഫാസ്റ്റ് കട്ട്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, കുറേ ട്രാൻസിഷനൊക്കെ ആഡ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതേപോലെ മറിച്ച് ഒരു മൂവി ആണെങ്കിൽ ഒരു 3 മണിക്കൂർ അവരെ പിടിച്ചെത്തണം. അതിന് നമുക്ക് വേണ്ടത് ഭയങ്കര ഇമോഷണൽ ഫ്ലോ ആണ്. ആ ഒരു സംഭവത്തിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ചൂസ് ചെയ്യുന്നത്. സോ ഒരു നല്ല എഡിറ്ററിന് ഇതൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊരു രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ബോധമുള്ള. നല്ലൊരു എഡിറ്റർ ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ ഇന്ന് എഡിറ്റിംഗ് തുടങ്ങുക. നിങ്ങളുടെ കയ്യിൽ എന്ത് മൊബൈലാണ്, മൊബൈൽ അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എഡിറ്റിംഗ് കോണ്ടന്റ്സ് കാണാൻ തുടങ്ങും. അതായത് മോർ ആൻഡ് മോർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈപ്സ് ഓഫ് എഡിറ്റിംഗിൻ്റെ കോണ്ടന്റ്സ് കാണാം. അത് ഓവറായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് ആയിരിക്കും കിട്ടും, കുറേ ഇൻസ്പിറേഷൻസ് ആയിരിക്കും കിട്ടും. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത എഡിറ്റിൽ ട്രൈ ചെയ്യാം. നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കി അത് അടുത്ത എഡിറ്റിൽ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ സോഫ്റ്റ്വെയറും കാര്യങ്ങളുടെയൊക്കെ ബേസിക്സ് പഠിക്കാം. അല്ലാതെ ജസ്റ്റ് നിങ്ങൾ അതിൽ പോയിട്ട് ഒരു ട്രാൻസിഷനും ഒരു എഫക്ട്സും ഉണ്ടാകാൻ പഠിക്കുന്നതിന് പകരം എല്ലാത്തിൻ്റെ ഒരു ബേസിക് പഠിക്കുക. അതേപോലെ കൂടുതൽ നിങ്ങൾക്ക് അതിൽ
ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടിക്കൂടി വരും. ആ കൂടിക്കൂടി വരുന്ന എക്സ്പീരിയൻസിൽ നിങ്ങൾ ബെറ്റർ ആൻഡ് ബെറ്റർ ആയിക്കൊണ്ട് പോകും. സോ ഇതാണ് ഏറ്റവും ബെറ്റർ ആയ ഒരു രീതി നിങ്ങൾക്ക് എഡിറ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് രേഖപ്പെടുത്തുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വൺ ആൻഡ് ഓൾവേസ്